ഹലോ, ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ അന്നു ഉണ്ട്. ഇവിടെ നോക്ക് അന്നു ജിത്തു ജോസഫിന് നമ്പർ വെച്ചിട്ടുണ്ട്. ദൃശ്യം 3 നായികയാക്കാമെന്ന് ചോദിച്ച്. വായിക്കുക. മൈ നെയിം ഈസ് അന്നു ആൻഡ് ഐ ആം ഫ്രം തൊടുപുഴ. ഐ വുഡ് ബി ആൻ ഇമ്മസ്റ്റ് ഓണർ. സ്പെല്ലിംഗ് ഇതുപോലെ തെറ്റാ. HONOUR ഓണറുടെ സ്പെല്ലിംഗ് HONOR അയച്ചേക്കുന്നത്. പോയി ചാൻസ് പോയി. ദൃശ്യത്തിലെ നായികയായിരുന്നു. To have the opportunity to join your esteemed team as an assistant director. അയ്യോ, ഡയറക്ടർ ആക്കാതെ ചോദിക്കാൻ വരായിരുന്നു. Although I have only limited experience in the film industry. Oh, okay. Although I am deeply passionate and eager to learn under your guidance. Annu K. Sebastian. കില്ലും പോർട്ട്ഫോളിയോ ഒക്കെ ആയിട്ട് ഇത് കാണുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ AD ആക്കാൻ വേണ്ടി പറ്റിയ ആളാണ്. വീഡിയോ ഇടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊക്കോകോളയും ബർഗർ മേടിച്ചു തരും. ഉറപ്പാണോ? ഞാനത് പറയുന്നു. ഇന്ന് നമ്മളുള്ള സ്ഥലമാണ് ജേക്കബ്സിൽ അന്നുവിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഷൂട്ട് നമ്മളിന് വേണ്ടിയിട്ട് ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. സമയം എന്തായി? സമയം ഉച്ച കഴിഞ്ഞ് 4:04. ഉച്ച തിരിഞ്ഞ് 4 മണി 4 മിനിറ്റ് 4 സെക്കൻഡ് 4 മിനിറ്റ്. ഓക്കെ. അപ്പം ഇന്നിനിയിപ്പം ഇവിടെ നമ്മുടെ ഉള്ളത് പണ്ടപ്പള്ളിയിലുള്ള ജേക്കബ്സ് എന്ന് പറഞ്ഞ ഒരു കൺവെൻഷൻ സെൻ്ററാണ്. നമ്മളവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞത്തേന് അവർ മടിക്കാതെ തന്നെ ഓക്കെ പറഞ്ഞു. ഇത് ഷൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ചെയ്യാം. ജസ്റ്റ് അവർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ടാഗ് ചെയ്താൽ മതി. അപ്പോൾ ആർക്കായാലും വന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. സേവ് ഡേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കേ വരുന്നുള്ളൂ സേവ് ഡേറ്റ് എടുക്കാനായിട്ട്. അല്ലേ, കിടില സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? കാരണം നല്ല രീതിക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അവരിപ്പം വെട്ടി വൃത്തിയാക്കി അടിപൊളിയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കാനോണിൻ്റെ R6 Mark II 85mm 1.8. പിന്നെ അന്നു ജോളി സെബാസ്റ്റ്യൻ. പിന്നെ കോസ്റ്റ്യൂം ഒക്കെ മാറിയിട്ടാണ്. വേറൊരു സാധനം കാണിച്ചു തരട്ടെ. ഞാൻ നിന്റെ ഫേസ് കാണാവോ? ഇങ്ങനെയുണ്ട്. ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ഇവിടെ നോക്ക്. ഇനി നോക്ക്. സൂപ്പർ വ്യൂ. കാലാവസ്ഥ മാറി തുടങ്ങി. നമുക്ക് എടുത്തേക്കാം. ഫൈനലി അന്നു ജോളി സെബാസ്റ്റ്യൻ ഈസ് ബാക്ക് വിത്ത് ഹെർ കോസ്റ്റ്യൂം. സേ ഹായ്. എന്തിനുള്ള? നമുക്കൊരു മോഡലിംഗ് ഏജൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പോൾ റോയിഡ്സിന്റെ ഷൂട്ടാണ്. ഭയങ്കരமான ആള്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കാം. ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ F4 സെറ്റ് ചെയ്തിട്ടാണ്. കാരണം നമുക്കിവിടെ വലിയ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഏറ്റവും ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ് നിർത്തണ്ട. എല്ലാം അവൾ തന്നെ ചെയ്തോളൂ. അല്ലടാ, നമ്മൾ ഹെഡ് ഷോട്ടും ബോഡി ഷോട്ടും എടുത്തു. ഇനിയിപ്പം സൈഡ് പ്രൊഫൈൽ എടുക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുന്നു. ഓക്കെ. ബാക്കി എടുക്കട്ടെ. മഴയാണോ? പോകുന്ന മഴയ്ക്ക് മുമ്പ് സാധനങ്ങൾ എടുത്ത് തീർക്കാം. അപ്പോൾ നമ്മളിനി എടുക്കാൻ പോകുന്ന ലാസ്റ്റായിട്ട് ഹെഡ് ഷോട്ട്സ് ആണ്. നമ്മൾ അപ്പർച്ചർ നേരെ 11 കൊണ്ടുപോയിടുന്നു, എടുക്കുന്നു. ഇച്ചിരി ചിന്നപ്പ് ചെയ്ത് പിടിച്ച് അത്രയും പൊക്കണ്ട, കുറച്ച് താഴത്തേക്ക് ബ്യൂട്ടി പമ്പ് പിടിച്ച് കണ്ണ് കുറച്ചുകൂടെ ഓപ്പൺ ചെയ്ത് പിടിച്ച് സൈഡ് പ്രൊഫൈൽ. ആ ഒരു സൈഡ് ഉള്ളിൽ കൊടുത്ത് ഓക്കെ, സെറ്റ്. നമ്മുടെ ഫോട്ടോസിൻ്റെ സെഷനൊക്കെ കഴിഞ്ഞ് ഇനി വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ സെൽഫ് ഇൻട്രഡക്ഷൻ്റെ ഇത് അപ്പോൾ ഭയങ്കര കോമഡി സാധനം കേട്ടോ. കാണിച്ചു തരാം. തുടങ്ങുമല്ലേ? ഓക്കെ, റെഡിയല്ലേ? അതിനിടയ്ക്ക് അവളുടെ വിമാനം റെഡിയാണോ? മിഡല്ലേ വേണ്ടേ? ഓക്കെ, റെഡി. 3, 2, 1 പറഞ്ഞോ. Hello everyone, my name is Annu K. Sebastian. I am 24 years old. 3, 2, 1 start.
Hello everyone, my name is Anuke Sebastian, 24 years old and I am from Kerala. These are my profiles. ഒന്നും കൂടെ എടുക്കാം. ഇത്രയുള്ള സംഭവം. ഒന്ന് കാണിക്കാമോ? ഓക്കെ, കണ്ടുവയ്ക്കും. പിന്നെ ഗുമസ്തി പടാ. അപ്പം നമ്മൾ നമ്മൾ അത്യാവശ്യം ഫോട്ടോസ് എടുത്തു. ഇനിയിപ്പം വാക്കിംഗ് വീഡിയോ എടുക്കണം, അതുപോലെ തന്നെ ഫുൾ സൈസ് കിട്ടണം. കാരണം അവിടെ റിനോവേഷനൊക്കെ നടത്തുന്നതുകൊണ്ട് കുറച്ച് വയറൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് തന്നെ, ബാക്ക്ഗ്രൗണ്ടിൽ വൃത്തികേടായിരുന്നു. സോ ഇനി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഇതിന്റെ ഫ്രണ്ട് എടുത്താലോ? അതിന്റെ ഫ്രണ്ടിൽ എടുക്കാം. ഇതിനപ്പുറം ലൈറ്റ് കറക്റ്റ് ആയിരിക്കും. ലൈറ്റ് അപ്പുറം പോണോ? അപ്പുറത്തെ സൈഡില് അവിടെ ഇപ്പം ആൾക്കാർ. ഇനിയിപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ഇല്ല തന്നെ. അന്നപ്പോൾ ഭയങ്കര ചമ്പലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു നാളില്ല നടക്കും. നോക്കി പോർട്ട്ഫോളിയോ എടുക്കാന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടെ വന്നതിന് ഒരു ചെയർ കിട്ടിയപ്പോൾ അതിന്റെ മണ്ടേ കയറുന്നതിന് ഫോട്ടോ എടുക്കണം. സൈഡിലേക്ക് നോക്കി, ആ സൈഡിലേക്ക് ലുക്ക് കൊടുത്തു. കൈ അതൊക്കെ കയറ്റി വെച്ചേ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടേക്ക് സം വാക്കിംഗ് വീഡിയോസ്. ആളവിടെ നടന്നു വരും. റെഡിയല്ലേ? എന്തോ വാക്കൊക്കെ ഓക്കെ. സെക്കൻഡ് ഓക്കെ. എന്തോ നോക്കട്ടെ. അപ്പം ഫുള്ളുണ്ട്. അവിടെ വരെ വന്നാൽ മതി. റെഡിയല്ലേ? ഓക്കെ, 3, 2, 1 പോരെ. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, എന്നാ വളരെ നന്നായിട്ടുണ്ട്. ഏതാ ഈ കുട്ടി? അത് എൻ്റെ മാമൻ്റെ മോള. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇത് കണ്ടിട്ടാണ് പറഞ്ഞത് ഭയങ്കര രസം. പക്ഷെ അതിന്റെ മറ്റത് കാണിക്ക്. ഈ മുടി കെട്ടി വെച്ചിട്ടുള്ളതില്ലേ? കെട്ടി വെച്ചിട്ടുള്ളത് പക്ഷെ ഇങ്ങനെ കണ്ട 5-10 ഉണ്ടെന്ന് തോന്നില്ല അല്ലേ? തടിച്ചിരിക്കുന്നു. കാലിൽ നീളമുള്ളതുകൊണ്ട് തോന്നും നമുക്ക്. നമ്മുടെ അങ്ങനെ സാധനങ്ങളൊക്കെ തോന്നാൻ വലിയ പാടല്ലേ? വലിയ പുള്ളിക്കാരുടെ നോക്കൂലേ? പക്ഷെ ഭയങ്കര രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഷോർട്സ് എവിടെ നിന്ന് എടുത്തതെന്നറിയോ? ഈ ഷോർട്സ് എവിടെ നിന്ന് എടുത്തതെന്നറിയോ? ഇല്ല. വെസ്റ്റ് സൈഡിലെ കിഡ്സിന്റെ സെക്ഷനിൽ നിന്ന് എടുത്താ. എവിടുന്നാ? വെസ്റ്റ് സൈഡിൽ കിഡ്സിന്റെ സെക്ഷനിൽ നിന്ന്. അത് 8 to 10 years ഓൾഡ് പിള്ളേരുടെ സെക്ഷനിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വലുതായിരുന്നത്. എന്നിട്ട് എത്ര 7 to 8 6 to 8 അങ്ങാണ്ടുള്ള പിള്ളേരുടെ സെക്ഷനിൽ നിന്ന് എടുത്തതാണോ? കുഞ്ഞി പിള്ളേരുടെ സാധനം എടുത്തിട്ടാണ് ഇവളുമാരെല്ലാം പരിപാടി. ഈ ക്രോപ്പ് ടോപ്പ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഉടുപ്പ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ കിട്ടണ്ടേ? ഞങ്ങളുടെ സൈസിനനുസരിച്ച് ആരും ഡ്രസ്സ് ഇറക്കാത്ത ഞങ്ങളുടെ കുഴപ്പമാണ്. അത് ശരിയാ, എൻ്റെ മിസ്റ്റേക്കാ. അങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു, പരിപാടികളെല്ലാം തീർത്തു. ഇനിയിപ്പം ഇവർ നമ്മുടെ ജേക്കബ്സിലാണല്ലോ വന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പേജിലേക്ക് പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഇനി അതാണ് അടുത്ത പരിപാടി. ഇതൊരു കിടിലൻ സ്ഥലമാണ് കേട്ടോ, ഫോട്ടോഷൂട്ടിനൊക്കെ വരാൻ പറ്റിയ. ഒരു പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷേ കണ്ടു കഴിഞ്ഞത്തേനും ഭയങ്കരമായിട്ട് പറയണമെന്ന് തോന്നി. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. ഇഷ്ടംപോലെ നമുക്ക് ഫ്രെയിമുകൾ ഇവിടെയുണ്ട്, നല്ല ലാൻഡ്സ്കേപ്പ് ഉണ്ട്. എവിടെ കൊണ്ടേ ആളെ നിർത്തി കഴിഞ്ഞാലും കിടിലൻ ഫോട്ടോസ് കിട്ടും. അമ്മാതിരി സ്ഥലം. അങ്ങനെ ജേക്കബ്സിൻ്റെ അനന്യമായ സാധ്യതകൾ നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫെൻസ് കണ്ടു. ഇനി ഫെൻസിൽ കുറച്ച് ലീഡിങ് ലൈൻസ് വെച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാം. ഓക്കെ, 3, 2, 1 ചെയ്തടാ. അങ്ങോട്ടൊക്കെ നോക്കി. ഇത്രയും അങ്ങോട്ടേക്ക് ഫേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് കാണത്തില്ല. ഓക്കെ, അങ്ങോട്ടേക്ക് ആ ജേക്കബ്സ് എഴുതിയേക്കിലേക്ക് നോക്കിക്കൊണ്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ബാക്കിലേക്ക് നോക്കി. ഓക്കെ
ഒന്നുകൂടെ അങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ടേക്ക് തിരിഞ്ഞു എന്നിട്ട് പറയുമ്പോഴത്തേന് ആ ചെവിയുടെ സൈഡിൽ നിന്നുള്ള മുടി എടുത്ത് മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് നോക്കണം. റെഡിയല്ലേ? ഓക്കെ, 3, 2, 1 നോക്കിയോ. ഓക്കെ, ബാക്കിയുടെ ആൾക്കാർ പക്ഷെ ആ ഇറക്കം പോരെ. എന്നെ പൊക്കോ നോക്കണേ, മതിയായ ഹീലും കൂടി എടുത്തിട്ട്. ഒന്നാമതോ എനിക്ക് ഭയങ്കര പൊക്ക. മുടി വെട്ടിയപ്പോ നല്ല സൗണ്ട്. ഇങ്ങനെ സ്വയം പുകഴ്ത്തുന്ന ഒരു പട്ടീനെ നീ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അത് തന്നെ. അല്ല, സ്വയം പുകഴ്ത്തുന്ന അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നും അല്ല. സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെ എന്റെ ഫോട്ടോ എടുത്തരാന്ന് സാധാരണ ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോ എടുത്തരാന്ന് ഒരു മോഡലും പറയാറില്ല. ബട്ട് യു ഡിഡ് ഇറ്റ്. ഏത്? ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ അപൂർവമായിട്ട് മാറി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഫോട്ടോ കണ്ട് നോക്കാം. കൊള്ളാലോ. ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ തന്നെ. ഞാൻ ഇത് മറ്റേ ആ കണ്ണ് മറ്റേതിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മറ്റേ ആ ഒരു വരയെ കൂടെ പോണെന്ന് പറഞ്ഞില്ലേ? ചേച്ചി എടുത്തു തരാലോ, നീ ഫോട്ടോസ് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. പിന്നെ എവിടെ നിൽക്കാം, ബാക്കിയുള്ള ആൾക്കാരുള്ളത് കുഴപ്പമില്ല. അല്ല, നല്ല അടിപൊളി ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്ന പറഞ്ഞത്. നോ 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 കളിക്കല്ലേ, എന്റെ ജീവിതമാണ്. മറ്റേ സിനിമയ്ക്ക് അത് ദിലീപറില്ലേ, അതെന്റെ ജീവിതമാണ്. ക്യാമറ മേടിക്കണം. എന്തിന്? തൊടുപുഴയിൽ നിനക്ക് കോമ്പറ്റീഷനായിട്ട് ഫോട്ടോഗ്രാഫി. അതെ, ഇത് കൊള്ളാൻ കേട്ടോ. കില്ല സാധനം. ഫോട്ടോ എനിക്കൊരു വീഡിയോ എടുത്തരാം. ഞാൻ ഇങ്ങനെ നടന്നു വരുന്നേ. സെറ്റിങ്സ് സെറ്റ് ചെയ്ത അതല്ല, ഞാൻ സ്ലോ മോഷൻ ആക്കി ഇടണം. ഇപ്പൊ നമുക്ക് ആദ്യം വീഡിയോയിലിട്ട് അറിയാതിരുന്ന നന്നായി. ഇല്ല, എൻ്റെ ഒക്കെ പണി പോയനെ കോപ്പ. അത് ക്യാമറ എടുക്കണം, ക്യാമറയുടെ കൂടെ സാധനങ്ങൾ വേണം. അപ്പൊ എന്നിട്ട് നിന്റെ കാശ് വരെ കൈ പൊട്ടു. മോഷ്ടിച്ചോ പോരെ. നിന്റെ വീട് എവിടെയാ? എനിക്ക് വീടില്ല. നിനക്ക് വീടുണ്ട്? ഇല്ല. രാത്രി തിന്റെ വീട്ടിൽ എന്റെ കയ്യിലെ എയർപോഡ് ഒരു പുള്ളി ഇവന്റെ തന്നെ തട്ടി. എന്നിട്ടോ ചോർ ബസാറിൽ ചെന്നപ്പോ ആ മണ്ടൻ അത് ഇവന് തന്നെ വിറ്റു. വിൽക്കാൻ എടുത്തപ്പോഴാണ് അപ്പം ജോൺ നോക്കിയപ്പം ഇതെന്തല്ലേ എന്ന് വെച്ചിട്ട് അന്നേരമാണ് കണ്ടത്. അതുപോലെ നിന്റെ വീട്ടിൽ വന്ന സാധനം മോഷ്ടിച്ചിട്ട് ഞാൻ അതല്ല, ഇതെവിടെയാ വെക്കണ്ടേ ചേട്ടാ? ഇതെവിടെ കണക്ട് ചെയ്യാനുള്ള സാധനം മനസ്സിലായല്ലോ. നാളെ എനിക്കോ എന്റെ ക്യാമറയ്ക്കോ ഈ അടുത്ത മാസം എനിക്കോ എന്റെ ക്യാമറയ്ക്കോ എന്തെങ്കിലും പറ്റിപ്പെട്ടാൽ അതിന്റെ സകലമാനം ഉത്തരവാദിത്വം ദിവൾക്കായിരിക്കും. സകലമാനം തെളിവും ഈ ഗോപ്രോ കിടപ്പുണ്ട്. ഗോപ്രോ എത്രയും പെട്ടെന്ന് ക്ലൗഡിലേക്ക് സേവ് ചെയ്തിടണം. ഗോപ്രോ കൂടെ മേടിച്ചോണ്ടു ചെയ്യും. അങ്ങനെ എന്റെ വീഡിയോ കൂടെ എനിക്ക് കിട്ടി. നോക്കട്ടെ, നല്ല സാധനമല്ല. നിനക്ക് ടിപ്പിടി കിട്ടും. നിന്റെ താഴെപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞോണ്ടാന്ന് പറയല്ലോ. പട്ടി ഇല്ലെങ്കിൽ ഞാൻ നാടൻ കഴിവിടെ. കണ്ടോ അയ്യേ, ഇനി ഇത് തന്നെ എന്റെ ഫീൽഡ്. കരിയർ മാറ്റാൻ സമയമായി. നിനക്കിപ്പോ മറ്റേ സെലക്ഷൻ ഒക്കെ കിട്ടും. നീ ചുമ്മാ ഇരിക്കട്ടോ. എന്ത്? ഞാൻ പോവാ. കരിയർ മാറ്റണം. ഇനി ഫോട്ടോഗ്രാഫി തന്നെ. എടാ, നമ്മുടെ കഞ്ഞില് പാറ്റിടുവോ നീ? ഒരു 50 ലക്ഷം രൂപ ലോൺ കിട്ടുമോ നോക്കട്ടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ. 50 ലക്ഷം രൂപയോ? വേണ്ട, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ആരുടെ അസിസ്റ്റ് ചെയ്യാൻ പോയി. ഞാൻ ഫോട്ടോഗ്രാഫി അസിസ്റ്റ് ചെയ്യാൻ പോകും. റാഫി കൊല്ലത്തിന് ഇടയ്ക്ക് സിനിമ കയറാൻ പോകും. പിന്നെ ഇയാൾ എന്നാ വെള്ളം കാണിക്കും. എന്റെ വീഡിയോ എനിക്ക് കിട്ടും. സംഭവം കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. പൊളിച്ചിരിക്കുന്ന ഒരുപാട് കഴിവുകൾ. പാട്ട് പാടിയത് എടാ, വളരെ വീട്ടിൽ തീരുമാനമായിരുന്നു. നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആ, 3 മാസം. കർണാടക സംഗീതം ഗസപസ എന്ന് പറയണ. ശരിക്കും എൻ്റെ അടുത്ത് ഒരു കർണാടക സംഗീതത്തിന്റെ ബുക്കൊക്കെ ഇരിപ്പുണ്ട്. എഡിഷൻ 12 എൻ്റെ അടുത്തുണ്ട്. വായിച്ചു പഠിക്കാൻ പറ്റായിരുന്നോ? എന്തിന്? സാരിക പാ
അത് പാടി പഠിക്കാൻ പാട്ടല്ല, ഡാൻസ് പഠിക്കാൻ പോകണം ഇനി കുറച്ച് 30 വയസ്സ് കഴിയുമ്പോൾ ഭരതനാട്യം. 30ാമത്തെ വയസ്സിൽ ഭരതനാട്യം? അല്ല, 30ാമത്തെ വയസ്സിൽ പഠിച്ച ഭരതനാട്യം പതിയൂലേ? എടാ ഒന്നാമത് നീയൊക്കെ ചുമ്മാ W പോലെ നടക്കണം ഇപ്പോഴും തന്നെ. എനിക്ക് നല്ല അറിയില്ല. ജോയിൻസ് ഒക്കെ ഇപ്പൊ തന്നെ കിടന്ന് ഇളകുക. നിനക്കൊരു വീഡിയോ എടുത്തരാം. നടക്കുന്ന ഒരു സ്ലോ വീഡിയോ എടുക്കട്ടെ. നടക്കുമ്പോ ശരിക്കും ഈ മുട്ടിങ്ങനെ ടിക് ശബ്ദം കേൾക്കുമായിരുന്നു. ജിമ്മിൽ പോറണ്ടോ ഇപ്പം? ഇല്ല. നല്ല കാര്യം. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അതെ. നമ്മളിപ്പോൾ പണ്ടപ്പള്ളിയിലുള്ള ജേക്കബ്സ് കൺവെൻഷൻ സെൻ്ററിലായിരുന്നു. കിട്ടുള്ള സ്ഥലമായിരുന്നു. ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി. അങ്ങനെ ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന എൻ്റെ ഫോട്ടോഷൂട്ടും, അതായത് എനിക്കും 2-3 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കിട്ടി. ഞാൻ വളരെ കൃതാർത്ഥരായിരിക്കുകയാണ്. അത് തന്നെ. അവൻ എന്നോട് അതിയായ നന്ദിയുണ്ട്. അതെ, കണ്ണീരിൽ കുതിർന്ന നന്ദി. തുടച്ചോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. എടാ നീ എന്നെ വീട്ടിലെത്തിക്കോ കൃത്യമായിട്ട്? ഇതാണ് അന്നു സാറിൻ്റെ വണ്ടി. ഈ വണ്ടി ഓട്ടോ പൈലറ്റ് ഉള്ള വണ്ടിയാണ്. ഓട്ടോ പൈലറ്റ് അല്ല, ക്രൂയിസ് കൺട്രോൾ ഉള്ള വണ്ടിയാണ്. ഈ സാധനം ആക്സിലേറ്റർ തിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. പുതിയ ടെക്നോളജിയാണ് അങ്ങനെ വെച്ചേക്കണേ. പുതിയ ടെക്നോളജിയാണ് മറ്റേ കടയിലെ ചേട്ടൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വണ്ടിയെ കയറി വേണം പോകാനായിട്ട്. എൻ്റെ വണ്ടി അവിടെ നന്നാക്കാൻ കൊടുത്തേക്കുന്നതുകൊണ്ട് ഗതികേട് കൊണ്ട് കയറി പോയതാ. ഇനി മേലെ ഞാൻ കയറിയല്ല. നിന്റെ വണ്ടിനെക്കാട്ടി ഇവിടം വരെ എത്തിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ? എന്തെങ്കിലും ഒരു പ്രശ്നം? വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഗുണം അതുകൊണ്ട്. അല്ലാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എടാ അന്ന് മുന്നത്തെ ഷൂട്ടിനാ ചെളിക്കുണ്ടി കൂടെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെ കാല് കുത്താൻ വണ്ടി ഓടിച്ചില്ലേ? ഓടിച്ചു.